നമസ്കാരം. വയനാടിന്റെ മണ്ണിൽ മറഞ്ഞവരെ വീണ്ടെടുക്കാൻ 8ാം ദിവസവും തീവ്ര ശ്രമം. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ അത് മുന്നേറുന്നു. പുത്തുമല ഇന്നും ഉരുളെടുത്തവർക്ക് വിട നൽകി. ദുരന്തം സൃഷ്ടിച്ച അനാഥത്വത്തിൽ നിന്ന് പക്ഷേ പതുക്കെയെങ്കിലും വയനാട് തിരിച്ചുവരവിന്റെ പാതയിലേക്ക് കടക്കുകയാണ്. സാധ്യമായ എല്ലായിടങ്ങളിലും പരതുമ്പോഴും കാണാതായവരുടെ സംഖ്യ ചെറുതല്ല. അവരെ കണ്ടെത്താനോ അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനോ ഉള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളാണ് അടുത്ത ഒരു മണിക്കൂർ പരിശോധിക്കുന്നത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. കൂടാതെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ഒപ്പം മേപ്പാടിയിലെ ദുരന്ത മേഖലയിൽ 24 വാർത്താ സംഘത്തിന് നേതൃത്വം നൽകുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ, ഗ്രൗണ്ട് റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ എന്നിവരും ഈ ചർച്ചയുടെ ഭാഗമാകും. മന്ത്രി അടക്കമുള്ള അതിഥികൾക്ക് സ്വാഗതം. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു യോഗം കൂടെ ചേരുകയുണ്ടായല്ലോ. നാളെ എന്തൊക്കെയാണ് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ? മറ്റ് പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയായിരിക്കും സ്വീകരിക്കുക? അല്ല, ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായും ഇതുവരെയുള്ള കാര്യങ്ങൾ പൊതുവെ വിലയിരുത്തിയപ്പോൾ നാളെ കുറേ കൂടി ചിലയിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടുകൂടി ഇടപെടണമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ലോക്കൽ ഡാറ്റ കളക്ഷൻ ഫോർ സെർച്ച് ആക്ടിവിറ്റി എന്ന നിലയിൽ ഈ ചില ഇടങ്ങളിൽ എല്ലാ വീടുകളിലും എത്തി ഒരു പരിശോധന നടത്തുക. വീടിന് ഹോം ടു ഹോം പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന സാധ്യതയുള്ള ഇടങ്ങളിൽ അത്തരത്തിലൊരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന ശക്തിപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു. കടലിൽ പരിശോധന നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ കുറിച്ച് കൃത്യമായി ആലോചിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ നിലയിലും പരിശോധന നടത്തി പോകാനാണ് ആലോചിച്ചത്. നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം കിട്ടുന്നതിൻ്റെ നമ്പർ പൊതുവേ കുറഞ്ഞു വരികയാണ്. പക്ഷേ നമ്മൾ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ തന്നെ ക്യാമ്പുകളിലെ പല വിഷയങ്ങൾ, പൊതുവേ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ക്യാമ്പ് ഓരോ ദിവസം കൂടുന്തോറും സ്വാഭാവികമായും മാനസികമായി പല പ്രയാസങ്ങളും ആളുകൾക്കുണ്ടാകും. അവർക്കിപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ മെഡിക്കൽ കൗൺസിലിംഗ് ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് ഒന്നും കൂടി ഒന്ന് മൈന്യൂട്ടായി പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മേഖലയിലെയും വിഷയങ്ങൾ, ക്യാമ്പ് ഇപ്പോൾ എല്ലാ കാലത്തും സ്കൂളിൽ തന്നെ തുടരാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയായിരിക്കില്ല. സ്കൂളിൽ കുട്ടിക്ക് പഠിക്കാനുള്ള സമയം സ്കൂൾ തുറക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് സംവിധാനം എന്നുള്ളത് ആലോചിക്കുന്നു. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചിലർക്ക് വാടക വീട്ടിൽ പോകാനായിരിക്കും താല്പര്യം, ചിലർക്ക് ബന്ധു വീട്ടുകളിൽ പോകാനായിരിക്കും താല്പര്യം. ചില പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ പ്രീഫാബ് നിർമ്മാണം ആലോചിക്കുന്നുണ്ട്. അത് വേഗത്തിൽ നമുക്ക് 2 മാസം കൊണ്ട് നിർമ്മിക്കാനാകും. അതുപോലെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ് അത് പരിശോധിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുറേ ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകൾ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ക്വാർട്ടേഴ്സുകൾ പൊതുവെ കൊടുത്ത് മുന്നോട്ട് പോകണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ക്വാർട്ടേഴ്സുകൾ, അങ്ങനെ ഒരു 64ഓളം ക്വാർട്ടേഴ്സുകൾ ഇതിനു വേണ്ടി കൊടുക്കും. അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാത്രം ഏകദേശം 27 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 64. പിന്നെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വേഗത്തിൽ ചെയ്ത് ടെമ്പററി റീഹാബിലിറ്റേഷൻ എന്നുള്ള നിലയിൽ അതും സമയബന്ധിതമായി നടത്തണം. പിന്നെ പുനരധിവാസമാണ്. എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും എല്ലാവരുമായി ചർച്ച ചെയ്യും. അതിൽ പ്രധാനം ഈ ക്യാമ്പിലും സ്കൂളിലും കഴിയുന്ന, ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്ന എഫക്റ്റഡ് പാർട്ടീസാണ്. അവരുടെ അഭിപ്രായം കൂടി എടുക്കണം. എന്താണ് അവർക്ക് ഇതിലുള്ള അഭിപ്രായം എന്ന് എടുക്കണം. അങ്ങനെ അതും സമയബന്ധിതമായി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകണം. ഇതാണിപ്പോൾ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിലിപ്പോൾ
കാണാതായവർ എത്ര എന്നത് സംബന്ധിച്ച് ഏകദേശ കണക്കുകൾ ലഭ്യമാണോ? ഇപ്പോൾ മിനിസ്റ്റർ തന്നെ അല്പം മുമ്പ് പറയുകയുണ്ടായി, മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷെ കാണാതായവർ ഏതാണ്ട് 150-നും 180-നും ഒക്കെ ഇടയ്ക്കുണ്ട് എന്ന അനൗദ്യോഗിക വിവരമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതെവിടെ പോയി തിരയും? തീർച്ചയായിട്ടും കാണാതായവരുടെ എണ്ണം ഒരു 160-ന്റെ താഴെയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു നമ്പർ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 160-ന്റെ താഴെയാണ് വരുന്നത്, 160-ന്റെ തൊട്ട താഴെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിശോധനകൾ നടത്തണം. ബോഡി പാർട്സ് തന്നെ ഒരുപാടുണ്ട്. ബോഡി പാർട്സ് നമുക്കൊരു സിംഗിൾ ബോഡി ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. ബോഡി പാർട്സ് വെച്ചുകൊണ്ടുള്ള പരിശോധനയും എണ്ണവും നോക്കണം. ബാക്കി നമ്മൾ എവിടെയൊക്കെയാണോ അതിൻ്റെ സാധ്യത അവിടെയൊക്കെ അതിൻ്റെ പരിശോധന നടത്തി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണാതായവരെ കുറിച്ച് കിട്ടിയിട്ടുള്ള ലിസ്റ്റ് വെച്ച് തന്നെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ ഇതിൻ്റെ എണ്ണം ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ചില ഇടങ്ങളിൽ മാറി നിൽക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അതുകൂടി ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നമ്പർ വെച്ചുകൊണ്ട് തന്നെ എല്ലാ നിലയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഈ സൈന്യം എത്ര നാൾ തുടരേണ്ടി വരുമെന്നാണ് ഒരു ഏകദേശ നിങ്ങളുടെ ബോധ്യം? അല്ല, ഇപ്പോൾ നമ്മൾ ഈ സൈന്യത്തിൻ്റെ സേവനം ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമായത് നമ്മൾ രക്ഷാദൗത്യമാണ്. ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. എല്ലാവരും കൂടി നല്ല നിലയിൽ നടത്തി. ഇപ്പോൾ തെരച്ചിലും മറ്റു കാര്യങ്ങളുമാണ് നടത്തുന്നത്. ബാക്കി ഇതിൻ്റെ എല്ലാ സാധ്യതകളും പരമാവധി എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ പിന്നീട് ഓരോ ദിവസത്തെയും ഡെവലപ്മെൻറ്റിന് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിച്ച് ചെയ്തു പോകേണ്ടതുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. സൈന്യത്തിൻ്റെ തന്നെ സേവനം ഏതൊക്കെ നിലയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇനി മറ്റെന്താണ് എന്നുള്ളത്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അത് പരിശോധിച്ച് പോവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതയും എല്ലാ ശ്രമവും ഉപയോഗപ്പെടുത്തുകയും മുന്നോട്ട് അതിൻ്റെ ഭാഗമായി പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടേ ഇരിക്കും. ഈ സൺറൈസ് വാലിയിലുള്ളതാണ് ഒരു ദുഷ്കര ദൗത്യം. അതിന് ഇപ്പോൾ സൈന്യത്തിൻ്റെ സഹായം ഇന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ദുഷ്കര ദൗത്യം വേണ്ടി വരുന്ന കൂടുതൽ മേഖലകളുണ്ടോ? നിങ്ങളുടെ പരിശോധനയിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? അപ്പോൾ സൈന്യവും വേണ്ടതാണ് കുറച്ച് ദിവസങ്ങൾ കൂടി എന്നൊരു അനുമാനത്തിലാണോ നിങ്ങൾ? അല്ല, നമ്മളിപ്പോൾ പൊതുവേ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഇനി കടലിൽ ഈ ചാലിയാർ പുഴ നമുക്കറിയാം 10-40 കിലോമീറ്ററാണ്. മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ജില്ലയിലെത്തി കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് അത് അവസാനിക്കുന്നത്. ഫറോക്കിൽ നേരെ കടലിലേക്ക് പോവുകയാണ്. കടലിലെത്തുന്ന മാർഗങ്ങൾ, അപ്പോൾ കടലിലുള്ള പരിശോധന വേണ്ടി വരും. അതുപോലെ തന്നെ പുഴയിൽ തന്നെ മഴ കുറഞ്ഞാൽ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കരയിൽ മൃതദേഹമോ അല്ലെങ്കിൽ ബോഡി പാർട്സോ കരയിലടിയുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കാര്യങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞു. ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. 4 മന്ത്രിമാർ, ഈ ഉപസമിതിയിൽ 4 മന്ത്രിമാർ റിപ്പോർട്ട് തയ്യാറാക്കും. നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇത് കാര്യമായി ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായി ബാക്കി കാര്യങ്ങൾ കൂടി അതിലാലോചിക്കും. ഈ സൈന്യത്തിൻ്റെ സേവനം നാം പണം കൊടുത്തിട്ട് തന്നെ കിട്ടുന്നതാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ തവണയും ഈ സൈന്യത്തിന് കിട്ടുന്ന പണം, കൊടുക്കേണ്ട പണം, അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ അവർ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കണക്ക് സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതല്ലേ അതിൻ്റെ ഒരു വസ്തുതയും? അതെ, ഞങ്ങളിപ്പോൾ സൈന്യത്തെ പരമാവധി ഉപയോഗിക്കുക. സൈന്യത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനാവുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അവരുമായി ഞങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ അറ്റവും എത്തിക്കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും ഇതിലില്ല എന്നൊരു ഘട്ടം വരികയാണെങ്കിലാണല്ലോ അപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും അത് ആലോചിച്ച് പോകാം. എന്നാൽ പിന്നീട് മറ്റു പല ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിൻ്റെ ഉൾപ്പെടെ സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഫോഴ്സസും ഉണ്ടല്ലോ. നേവി ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, NDRF ഉണ്ട്, ഫയർ ആൻഡ് റിസ്ക് ഉണ്ട്, പോലീസിൻ്റെ തന്നെ സംവിധാനം ഉണ്ട്. ഇങ്ങനെ എല്ലാ ഫോഴ്സസിൻ്റെയും സാധ്യതകളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചോദ്യം വ്യക്തമായിരുന്നല്ലോ അല്ലേ അങ്ങേക്ക്? ഇവർ ഈ പറയുന്ന സൈന്യത്തിൻ്റെ സേവനത്തെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷേ കൃത്യമായി അത്
ഇത്ര ചെലവ് എന്ന രൂപത്തിൽ തന്നെയല്ലേ, നാം മുടക്കേണ്ട ചെലവിൽ തന്നെ വരുന്നതല്ലേ ഇവരുടെ സേവനം? അതെ, അത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു സമയമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ആ നിലയിൽ തന്നെ ഉത്തരം പറയാഞ്ഞത്. വസ്തുത എന്താണ്? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഇപ്പൊ നോക്കണ്ട, വസ്തുത എന്താണ്? എത്ര ചെലവായാലും സൈന്യത്തെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനാകുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതിൽ മറ്റു വശങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുക, അതിലൊരു നിലപാട് പറയേണ്ട ഒരു ഘട്ടമല്ല. ശരി, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഭൂപേന്ദ്ര യാദവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അതുകൂടാതെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിവരവും അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകും. ഈ PIB വഴി എങ്ങനെയൊക്കെയാണ് ശാസ്ത്ര സമൂഹത്തെ കേരളത്തിനെതിരെയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്ന കേന്ദ്രമാക്കി ഉപയോഗിക്കാൻ കഴിയുക എന്ന മോദി സർക്കാരിന്റെ നീക്കം. അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്നാണ് മോദിയും അമിത്ഷായും മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞതെന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയോട് പറയുക, എന്നിട്ട് ജനങ്ങളെ മുഴുവൻ ഈ സർക്കാരിനെതിരാക്കുന്ന പ്രവർത്തികളിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടുക. ഈ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഉപസമിതി എന്നുള്ള നിലയിൽ സാധ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ചില കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ മറ്റ് ഇവിടുത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി പല നിലയിലുള്ള വിവാദങ്ങളോ വിമർശനങ്ങളോ ഒക്കെ വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങൾ വന്നേക്കാം, പല കാര്യങ്ങൾ വന്നേക്കാം. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു പോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ വിവാദങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം ആക്ഷേപിച്ചോട്ടെ, ഏത് നിലയിലും ആക്ഷേപിച്ചോട്ടെ. ഈ സംസ്ഥാന സർക്കാരിനെ എല്ലാ നിലയിലും ആക്രമിക്കാനും ആക്ഷേപിക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഇപ്പം തൽക്കാലം കേട്ടു നിൽക്കുക, സമചിത്തതയോടുകൂടി അതിൽ മുന്നോട്ട് പോവുക. പറയാനുള്ളത് എന്ത് വേണം പറഞ്ഞോട്ടെ, അതിനൊന്നും അതേ അർത്ഥത്തിൽ മറുപടി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ അർപ്പിതമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ, എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്നവരും നല്ല നിലയിൽ എല്ലാവരും യോജിച്ചു പോകുന്ന നിലപാടുകളെ പരിപൂർണ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് താങ്കൾ പുലർത്തുന്ന ഔചിത്യം ശരി, പക്ഷേ ഇപ്പോൾ പെട്ടിമുടി 2020 നടന്നതാണല്ലോ. ഈ എല്ലാ ദുരന്തങ്ങളിലും നമുക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് അന്നും കേന്ദ്രം ഭരിക്കുന്നത്. ആ ഘട്ടത്തിൽ അവർ ഒരു 2 ലക്ഷം രൂപ ഈ പറയുന്നത് പോലെ അവിടുത്തെ ദുരന്തബാധിതർക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ എത്ര ആത്മാർത്ഥമായ സഹകരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പെട്ടിമുടിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇത് ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 75% ധനം സമാഹരിക്കാൻ കഴിയുമെന്ന സാധ്യത കേരളം മുന്നിൽ കാണുന്നു. ഈ 2 ലക്ഷം അതിജീവിച്ചവർക്ക് കൊടുക്കാത്ത ആളുകളിൽ നിന്നാണോ നിങ്ങൾ ഈ 75% പ്രതീക്ഷിക്കുന്നത്? ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. അതിൻ്റെ കൂടിയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2, കേന്ദ്ര സർക്കാർ ന്യായമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പോലും നൽകിയിരുന്ന സഹായമുണ്ട്. ആ സഹായമെങ്കിലും കേരളത്തിന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് കരുതുകയാണ്. പെട്ടിമുടിയിൽ അതിജീവിച്ചവർക്ക് 2 ലക്ഷം കൊടുത്തോ ഇല്ലയോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ അത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയാനല്ല നിൽക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അതെല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ കൊണ്ട് അനാവശ്യമായ ഒരു വിഷയത്തിലേക്ക് പോകും. എന്തായാലും വസ്തുതകളായി തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടിമുടിയിൽ അതിജീവിച്ചവർക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല 4 വർഷമായിട്ടും എന്നത് നിൽക്കുന്നു. അങ്ങയുടെ പരിമിതിയും അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടി, ശ്രീ മുഹമ്മദ് റിയാസ്, ഈ കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ പറയുകയുണ്ടായി ഈ പറയുന്ന ഡാർക്ക് ടൂറിസത്തിലേക്ക് ആരും പോകരുത് എന്ന്. അതിന് മറുപടിയായി
ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ പ്രതികരിച്ചതും അങ്ങ് കണ്ടു കാണുമല്ലോ. ഈ ഡിസാസ്റ്റർ PR വർക്കിലേക്ക് താങ്കളും പോകരുത് എന്ന് പറഞ്ഞു. ആ വിവാദത്തിനുള്ള മറുപടി. അല്ല, അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറഞ്ഞു പോകേണ്ടതില്ല. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ആവശ്യമില്ലാതെ ആളുകൾ ഇവിടെ വരികയാണ്, ആവശ്യമില്ലാതെ ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ, ആ രക്ഷാദൗത്യത്തിൽ പങ്കുകൊള്ളുന്നവരിൽ ഒരു നല്ലൊരു ശതമാനം ഇവിടുത്തെ നാട്ടുകാരാണ്. അതിൽ തന്നെ ഒരു വീട്ടിൽ 1-2 പേരെ നഷ്ടപ്പെട്ടവർ ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടതുപോലെ അയൽക്കാരെ, സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ആക്റ്റീവായി ഇതിനകത്ത് പങ്കെടുക്കുന്നു. വല്ലാത്തൊരു വിശാലമായ മനസ്സ് അവർക്കുള്ളത് നമുക്കതിലൂടെ കാണാവുന്നതാണ്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ആളുകളിവിടെ വരികയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയ നേതാക്കളെയോ ഏതെങ്കിലും സംഘടനാ നേതാക്കളെയോ അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ലോകത്താകെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്, ഒരു ദുരന്തം നടത്തുന്നിടത്ത് ആളുകൾ അനാവശ്യമായി വരിക, അത് മറ്റു പല പ്രശ്നങ്ങൾക്ക് കാരണമാകുക. അതിനെ ഡാർക്ക് ടൂറിസം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നു, ഡിസാസ്റ്റർ ടൂറിസം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഈ പറയുന്ന നിലയിൽ പരിസരവാസികളും ആളുകളും ഇങ്ങനെ ആളുകൾ വരുന്നതിൽ കടുത്ത നിലയിലുള്ള പ്രതിഷേധവും പരാതിയും അറിയിക്കുന്നുണ്ട്. പല ഫോഴ്സസ് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ട്. പലരും വരികയാണ്. ഇതിൻ്റെ ഭാഗമായി മോഷണം ഉൾപ്പെടെയുള്ള പരാതികൾ ഒരു ഭാഗത്ത് വരുന്നു. പല ആളുകളും വന്ന് വീഡിയോ എടുത്തു പോകുന്നു, മറ്റു മൊബൈലിൽ വീഡിയോ എടുക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. മാധ്യമ സുഹൃത്തുക്കൾ കുറേ സൈഡ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട്, അവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊരു പ്രധാന വിഷയമാണ്. ഞാൻ ഞായറാഴ്ച ദിവസത്തിൻ്റെ തൊട്ട 2 ദിവസം മുമ്പാണ് ഇത് പറഞ്ഞത്. അത് പറയാൻ കൃത്യമായിട്ടൊരു കാരണമുണ്ട്. കാരണം ഞായറാഴ്ച വലിയ നിലയിൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയത് നല്ല അർത്ഥത്തിലാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നും ഇവിടെ കൂട്ടമായി വരാൻ ആഗ്രഹിച്ച പലരും പിന്നീട് വരവ് നിർത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങൾ അങ്ങനെ ഇവിടെ ചുമതല എന്നുള്ള നിലയിൽ പറഞ്ഞു പോകേണ്ടത് അനിവാര്യമാണ്. ആളുകൾ അനാവശ്യമായി ഇവിടെ വരുന്നു, അനാവശ്യമായി വന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളത്. ശരി, എനിക്ക് 2 ചോദ്യങ്ങൾ കൂടി അങ്ങയോടുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഈ ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ടൊരു തർക്കവും അവിടെ ഉണ്ടായല്ലോ. അവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു രാവിലെ എത്ര പാക്കറ്റ് കൊടുത്തു, അതിൻ്റെ എണ്ണം സഹിതം, ഉച്ചയ്ക്ക് എത്ര പാക്കറ്റ് കൊടുത്തു എന്നൊക്കെ. ഇങ്ങനെ എണ്ണം ഒന്നും മനസ്സിലോ മറ്റേതെങ്കിലും രജിസ്റ്ററിലോ സൂക്ഷിക്കാതെ വൈറ്റ് ഗാർഡ്സ് അടക്കമുള്ള കൂട്ടർ അവിടെ രാപ്പകൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അല്ലേ, ഒരു ലാഭേച്ഛയും ഇല്ലാതെ. അവരെയൊക്കെ നിയന്ത്രിക്കുന്നൊരു നടപടിയിലേക്ക് അവിടെ കാര്യങ്ങൾ പോയി. അതേപ്പറ്റി ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സർക്കാരിന് വേണം എന്ന ദുർമോഹം കൊണ്ടാണ് എന്നാണ്. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലുമൊക്കെ, യൂത്ത് ലീഗ് ആയാലുമൊക്കെ അതിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചത് ഒരു തരംതിരിവ് അവിടെ കാണുന്നു. DYFIക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും യഥേഷ്ടം അവിടെ സഞ്ചരിക്കാം, ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരു കടലാസ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, മറ്റു കൂട്ടർക്ക് അത് അനുവദിക്കപ്പെടാതിരിക്കുന്നു. ഇങ്ങനെയൊരു വേർതിരിവ് അവിടെ ഉണ്ടായോ? ഒരു വേർതിരിവും തരംതിരിവും ഇവിടെ ഇല്ല. ഇതിൻ്റെ വിഷയം ഒന്ന് ആദ്യമേ ഞാൻ പറയട്ടെ, എല്ലാ യുവജന സംഘടനകളും എല്ലാ സംഘടനകളും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വളരെ നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും നല്ല ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാവരും ഇടപെട്ടിട്ടുള്ളത്. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ വിഷയം എന്താണ്? വിഷയം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽ ആർമിയിൽ നിന്ന് തന്നെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിച്ചത് ശ്രദ്ധപ്പെടുത്തുന്നു. അത് ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടർ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. ആ തീരുമാനം ജില്ലാ കലക്ടർ കൈക്കൊള്ളുന്നതിന് ശേഷം ഭക്ഷണം രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ബെയിലി പാലത്തിൻ്റെ അപ്പുറത്ത് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പരിശോധനയിലൂടെ നൽകണമെന്ന് തീരുമാനം കൈക്കൊള്ളുന്നത് ശരിയായ തീരുമാനമാണ്. സമൂഹം പൊതുവെ അതിൻ്റെ കൂടെയാണ് നിന്നത്, എല്ലാവരും അത് അംഗീകരിക്കുന്നതാണ്. കാരണം അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ഫുഡ് പോയ്സൺ അടിക്കുകയോ എന്തെങ്കിലും ഒരു പ്രയാസം ആർക്കെങ്കിലും വന്നാൽ ദൗത്യ സംഘത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു സോണാണെങ്കിൽ ആ സോണിൻ്റെ പ്രവർത്തനം മുടങ്ങുമെന്ന് മാത്രമല്ല, അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഈ പറയുന്ന പലരും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പരിശോധന നടത്താൻ തയ്യാറാകാഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാവും. ഈ പറയുന്ന ഏതെങ്കിലും സംഘടന ആരെങ്കിലും ഭക്ഷണം മോശമായി ഉണ്ടാക്കുന്നു എന്നുള്ള അഭിപ്രായം അതിലില്ലേ ഇല്ല. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ നിലയിലാണ് ഇങ്ങനെയൊരു സംവിധാനം അവിടുത്തെ പോളിടെക്നിക്കിൽ രക്ഷാദൗത്യത്തിൽ ബെയിലി പാലത്തിന് അപ്പുറത്ത് പങ്കെടുക്കുന്നവർക്ക്
ഫുഡ് ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസർ പരിശോധിച്ചുകൊണ്ട് ഹോട്ടൽ അസോസിയേഷനും മറ്റും ഉണ്ടാക്കുന്ന ഭക്ഷണം നൽകുന്നത്. ഇതാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനമാണ് കൈക്കൊണ്ടത്. എന്നാൽ പുറത്ത് ഭക്ഷണം ആരെങ്കിലും ഉണ്ടാക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. ഈ പറയുന്ന സംഘടന വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭക്ഷണമായാലും മറ്റു കാര്യങ്ങളായാലും ചില പ്രയാസങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾ നേരത്തെ ഉണ്ടായ സമയത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടിട്ടാണ് അത് പലതും പരിഹരിച്ചത്, പല നിലയിലും പരിഹരിച്ച് മുന്നോട്ട് പോയത്. ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ, ഞാൻ തലേന്ന് നടന്ന സംഭവം പിറ്റേന്നാണ് രാവിലെയാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ നേരിൽ ഫോണിൽ വിളിച്ചു. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുനവറലി തങ്ങളാണ്. മുനവറലി തങ്ങളെ ഞാൻ വിളിച്ചു. ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യമുണ്ട്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുനവർ തങ്ങൾ തന്നെ പല വിഷയങ്ങൾക്ക് എന്നെ വിളിക്കുന്നുണ്ട്. പല ഈ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം അറിയിച്ചപ്പോൾ ഇവിടെയുള്ളവരെ ചുമതലപ്പെടുത്തി അവരോട് സംസാരിച്ചു. ഈ നരിപ്പറ്റയുള്ള വൈറ്റ് ഗാർഡിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തെ അതേ അർത്ഥത്തിൽ കാണുന്നു, ആ നിസ്വാർത്ഥമായി നിങ്ങൾ ഇടപെട്ടു എന്ന് കാണുന്നു, അതിനെ ബഹുമാനിക്കുന്നു, ഒരു പ്രയാസം അതിലില്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഉള്ള രക്ഷാദൗത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവർക്ക് പുറത്ത് നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ബെയിലി പാലത്തിൻ്റെ ഈ ഭാഗത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോ ആരും എതിരല്ല എന്നുള്ളത് പൊതുവെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പോലീസ് അവരോട് വളരെ മോശമായി പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞിട്ടുള്ള വിഷയം വെച്ചിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. കാരണം പോലീസായാലും സർക്കാർ സംവിധാനത്തിൽ ഏത് ഉദ്യോഗസ്ഥരായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത്രയധികം ദിവസം ഇവിടെ നിന്നിട്ടുള്ളത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ, ഇത് ശ്രീ വേണു ആണെന്ന് തോന്നുന്നു, എനിക്ക് മുഖം കാണാത്തതുകൊണ്ട് ശ്രീ വേണു ആണെന്ന് ഞാൻ കരുതുന്നു, മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആ നിലയിലാണ് ഇടപെട്ട്. എന്തായാലും പരിശോധിക്കുക. ഞാൻ അപ്പം തന്നെ പോലീസ് ഹയർ ഒഫീഷ്യലിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച്, ഇവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം എന്ന് പറയുകയും മറ്റ് നിലയിലുള്ള ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവരുതെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് വസ്തുത. എന്നാൽ വളരെ ബോധപൂർവം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടക്കുന്നതായതുകൊണ്ട് അതിൽ പ്രശ്നമില്ല, ഏതും അങ്ങനെ ടാർഗറ്റ് ചെയ്തൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു രീതി പൊതുവെ ഉണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ ഭാഗമായി ഇത് ആ നിലയിൽ എടുക്കുന്ന സ്ഥിതിയാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആയിട്ടില്ല. ഞാൻ ഇത്തരം പ്രവർത്തനം നടത്തുന്ന എല്ലാ യുവജന സംഘടനകളെയും പ്രത്യേകം അഭിനന്ദിച്ചയാളാണ്. ഇവരൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞപ്പോൾ അതിന് സഹകരിക്കാനും ഇടപെടാനും തയ്യാറായതാണ്. ഈ പറയുന്ന വൈറ്റ് ഗാർഡൻ ഉൾപ്പെടെ ചില വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ പലരും അറിയിച്ചിരുന്നു. MLA അറിയിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സംഘടനാ നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇടപെട്ട് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആളാണ്. പിന്നെ ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്ന രീതി സർക്കാരിന് സംവിധാനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ എല്ലാവരെയും യോജിപ്പിക്കാനേ ഇടപെടൽ നടത്തിയിട്ടുള്ളൂ. എന്നാൽ വളരെ ബോധപൂർവ്വം ഇതിൻ്റെ മുകളിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കാനും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താനുള്ള ശ്രമം ചിലർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജനങ്ങൾ പൊതുവേ മനസ്സിലാക്കുന്നുണ്ട്. വളരെ സിൻസിയറായിട്ടാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൽ ആരുടെയെങ്കിലും സേവനം വേണ്ട എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും ഇതിനകത്ത് വേണം, എല്ലാവരും ഇതിനോടൊപ്പം നിൽക്കണം, അങ്ങനെയാണ് നിന്നിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ മാത്രം ചെയ്യേണ്ടതല്ല, ഇത് കേന്ദ്ര സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യമാണ് എന്ന കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. എന്നാൽ ചില വിഷയത്തിൽ ചില നിലപാടുകൾ എടുക്കണ്ടേ. ഇപ്പോൾ ക്യാമ്പിനകത്ത് അനാവശ്യമായി ആളുകൾ കയറുന്നത്, എല്ലാവരും വന്നോട്ടെ, ഇതെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞു പോയാൽ ആ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ പരാതിക്ക് പരിഹാരമാവുമോ? അവിടെ ഞങ്ങൾ ചില നിലപാടെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം വിഷയത്തിൽ ചില നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിലപാടുകൾ പറയേണ്ടത് പറയുന്നു, പക്ഷേ അതൊരിക്കലും ആരെങ്കിലും ഒറ്റപ്പെടുത്താനോ ഏതെങ്കിലും സംഘടനയെ മാറ്റി നിർത്താനോ അല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടെ ഞങ്ങൾക്കില്ല. തുടക്കത്തിലേ വ്യക്തമാക്കിയതാണ്. വളരെയധികം നന്ദി ശ്രീ PM മുഹമ്മദ് റിയാസ്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. ഷംസാദ് മരക്കാറുമുണ്ട്. ഷംസാദിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോപികൃഷ്ണനുമുണ്ട് അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഗോപി, ഈ സൈന്യത്തിൻ്റെ പരിശോധന, അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധന, ഇതിൻ്റെയൊക്കെ ഒരു ആക്കം കുറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ തന്നെ മന്ത്രി പറയുന്നു 160ഓളം ആളുകളെ കണ്ടെത്തേണ്ടതുമുണ്ട് എന്ന് പറയുമ്പോൾ നാം ഇതുവരെ സംഭവിച്ച ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസം ഇതിനുണ്ട്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ പുത്തുമലയിലാണെങ്കിൽ പോലും 5 പേരെ കാണാതായിട്ടുണ്ട്. പക്ഷേ 5 പേരുടെയും പേരുവിവരങ്ങൾ നമുക്കറിയാം.
നിലവിൽ ഈ 160 പേരെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ മൃതദേഹങ്ങളും ശരീരഭാഗാവശിഷ്ടങ്ങളും ഒക്കെ കിട്ടുന്നതും കുറഞ്ഞു എന്ന് പറയുന്നു. ഇത്ര വലിയൊരു സംഖ്യ കാണാതായവർ അതിൻ്റെ ഒരു വിവരങ്ങളുമില്ലാതെ നമ്മുടെ മുന്നിലും നിൽക്കുന്നു. ഇത് ഒരു വലിയ വെല്ലുവിളിയല്ലേ? ഇത് സർക്കാർ നേരിടുന്ന വെല്ലുവിളിയാണ്. പക്ഷേ ഗ്രൗണ്ടിൽ അതിനൊരു പരിഹാരമാകേണ്ടത് സൈന്യമടക്കം ഇത്തരം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത്രയും വൈദഗ്ധ്യമുള്ള വിഭാഗത്തിൻ്റെ കാര്യക്ഷമമായ ഇടപെടലാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗോപി കാണുന്നുണ്ടായിരുന്നോ? എന്തോ ഒരു തടസ്സം, ഒരു പ്രതിസന്ധി ഉള്ള പോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ദുരന്തത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ വേണു സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ദുരന്തത്തിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ ദുരന്തത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ടവർ, ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു കൃത്യതയോടുകൂടിയുള്ള സമഗ്രമായ ഒരു രേഖ സർക്കാരിന്റെ കൈവശം ഇല്ല എന്നതാണ്. ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ആശ്വാസം പകരാൻ വേണ്ടി നടത്തുന്ന നടപടികളിലും സർക്കാർ ഒരുക്കുന്ന മറ്റ് സംവിധാനങ്ങളും ഒക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരോടൊക്കെ എങ്ങനെയാണ് ഈ ദൗത്യം അല്ലെങ്കിൽ ഈ തിരച്ചിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മന്ത്രി രാജൻ പറഞ്ഞത് അവസാനത്തെ മൃതദേഹം പോലും കണ്ടെത്തുന്നവരെ ഈ തിരച്ചിൽ തുടരുമെന്നതാണ്. സത്യത്തിൽ അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അത് ഏറെക്കുറെ അപ്രായോഗികവും അസാധ്യവുമാണ്. അതിന് കാരണം ഇപ്പോൾ പോലും കൃത്യമായ ഒരു കണക്കില്ല എന്നതാണ് വേണു. അപ്പോൾ എത്ര പേർ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ശരിയായ കണക്ക് പോലും കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അവസാനത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം, അതായത് ഇപ്പോൾ നമ്മൾ ഈ കണക്കുകൾ സർക്കാർ പറയുമ്പോൾ തന്നെ അനൌദ്യോഗികമായി ഇതായിരിക്കില്ല കണക്ക്, ഇതിൽ കൂടുതൽ ഉണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രശ്നം ഇതിലിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയായി വന്നിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഉള്ളവരുണ്ട്. അവരുടെ ഒന്നും ശരിയായിട്ടുള്ള പേര് വിവരങ്ങളോ കണക്കുകളോ സർക്കാരിന്റെ കൈവശം ഇല്ലാതെ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ സഹായധനം നൽകുന്ന കാര്യത്തിലായാലും പുനരധിവാസത്തിന്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ഇവർക്ക് ഇനി ഭാവിയിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള പാക്കേജുകളുടെ കാര്യത്തിലുമൊക്കെ സർക്കാരിന് കൃത്യതയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ തിരച്ചിലിനെയും ബാധിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ചൂരൽമലയിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തിരച്ചിൽ നടക്കുക മാത്രമല്ല, അവിടെ ഒരു റെസ്റ്റോറേഷൻ കൂടിയാണ് നടക്കുന്നത്, അവരുടെ പ്രകൃതിയെ പുനഃസ്ഥാപനം കൂടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തിരച്ചിൽ എന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി അവിടെ നടക്കുകയാണ്. അപ്പോൾ തിരച്ചിലിന്റെ ഒരു ആക്കം കുറഞ്ഞിട്ടുണ്ട് എന്ന് ആ അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും. അതിന് കാരണം ഇപ്പോൾ കിട്ടുന്നത് ശരീരഭാഗങ്ങളാണ്, അതും കിട്ടുന്നത് ചാലിയാറിന്റെ കൈവഴികളിലാണ്. അവിടെ തന്നെ പൂർണ്ണമായി തിരയാത്ത ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ ശരീരഭാഗങ്ങൾ കിട്ടുമ്പോൾ തന്നെ അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു മൃതദേഹമായി കണക്കാക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. പരാതിപ്പെട്ടവർക്ക് അപ്പുറത്തേക്ക് കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ കണക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ സൈന്യം ഉൾപ്പെടെ ഈ സംവിധാനത്തിൽ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ വീണു പറഞ്ഞത് കറക്റ്റാണ്. പുത്തുമലയിലാണെങ്കിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നതിന് കൃത്യമായ വിവരമുണ്ട്. ഇവിടെ ആ വിവരമില്ല. എത്ര പേർക്ക് ഈ ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിന് കൃത്യമായ കണക്കുകളുണ്ട്. ഇവിടെ ആ കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയും വലിയ പ്രതിസന്ധിയുമായി നിൽക്കുന്നുണ്ട്. അവിടെയാണ് സർക്കാർ ഇന്നിപ്പോൾ രാവിലെ ജില്ലാ കളക്ടറോട് ചോദിക്കുമ്പോഴും കളക്ടർ പറഞ്ഞത് തിരച്ചിലിന്റെ കാര്യത്തിൽ സർക്കാരാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സേന പറയട്ടെ, ഇനി തിരഞ്ഞിട്ട് കാര്യമില്ല, ഇനി തിരച്ചിൽ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലായിരിക്കും സർക്കാർ ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സ്ഥലം പോലും ഇനി തിരയാതെ വിട്ടിട്ടുണ്ട് എന്ന ഒരു പരാതി ഉണ്ടാകരുത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും തിരച്ചിൽ പോകണം. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. വേണു പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. അങ്ങനെ ഒരു അവ്യക്തമായ ചിത്രമാണ് വയനാട്ടിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ്. ശരി, ശ്രീ ഷംസാദ് മരിക്കാറ്, എന്താണ് ഈ 160 വരെ കണ്ടെത്തുന്നതിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? ഇപ്പോൾ ചാലിയാർ വഴി വലിയൊരു സംഖ്യയോളം മൃതദേഹങ്ങൾ കിട്ടുന്നു, മൃതദേഹാവശിഷ്ടം കിട്ടുന്നു. അത് ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രകൃതിയുടെ ഒരു ഭാഗത്തു നിന്ന് തന്നെ കിട്ടുകയാണ്. എന്ന് വെച്ചാൽ
നമ്മുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടല്ല ഒന്നും കണ്ടെത്തുന്നത്. അതുകൂടെ കണ്ടെത്തപ്പെടാതിരുന്നെങ്കിൽ ഈ പറയുന്ന കാണാതായവരുടെ സംഖ്യ എത്രത്തോളം പെരുകുമായിരുന്നു. അപ്പോൾ ഇവിടെ നാം മനുഷ്യരെന്ന നിലയിൽ അവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ സൈനിക വിഭാഗങ്ങളൊക്കെ എത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നതിൻ്റെ ഓഡിറ്റിംഗ് എടുക്കേണ്ട സമയമാണ്. 160 പേർ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്ന ഘട്ടമാണിത്. എന്തുകൊണ്ടാണ് അതിലൊരു ശാസ്ത്രീയ പരിശോധന അടക്കം പാളുന്നത്? കൂടാതെ ഇന്നലെ റവന്യൂ മന്ത്രി പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ചിത്രം ഇപ്പോഴത്തെ ചിത്രം ഇതെല്ലാം വെച്ചുകൊണ്ട് -2 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള വ്യത്യാസം ഈ പറയുന്ന ഉയർച്ച താഴ്ച ആ ഭൂമിക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കാര്യമായി താഴ്ന്ന മേഖലയിൽ ഗൗരവത്തോടെയുള്ള പരിശോധന നടത്തും. ഇങ്ങനെയൊക്കെ വാക്കാൽ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ടായാലും ഈ പറയുന്ന ഈ സൈന്യമടക്കമുള്ളവർ ചെന്ന് കായികമായി നേരിട്ടായാലും നടത്തുന്ന പരിശോധന എന്തുകൊണ്ട് കാര്യക്ഷമമാകുന്നില്ല? ആദ്യം നമുക്ക് ഈ ഡെഡ് ബോഡികൾ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഒന്ന് ചൂരൽമല സ്കൂൾ റോഡിൻ്റെ പ്രദേശത്ത് നിന്നാണ്. അവിടെ വേണു പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡികൾ നമ്മൾ റിക്കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് ചെയ്തത്. പിന്നെ നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് വില്ലേജ് ഓഫീസ് റോഡ് കേന്ദ്രീകരിച്ചാണ്. കാരണം പുഴ തിരിഞ്ഞൊഴുകിയത് കൊണ്ട് അവിടെ വന്ന മൃതദേഹങ്ങളാണ്. 3 നമുക്ക് കിട്ടിയത് വീടുകളിൽ അകപ്പെട്ടു പോയതും ആളുകളാണ്. 4 നമുക്ക് മൃതദേഹങ്ങൾ കിട്ടിയത് ചാലിയാറിൻ്റെ ഒഴുക്കും ചാലിയാർ പ്രദേശങ്ങളിൽ നിന്നുള്ള മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും നമുക്ക് കിട്ടി. 5 നമ്മൾ മണ്ണിൽ നിന്നും എടുത്തത്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രക്ഷാപ്രവർത്തകരെ എടുത്ത ഈ രീതിയിലാണ് നമുക്ക് മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചത്. നിലവിൽ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരിക്കുന്ന മണ്ണിൻ്റെ അളവ് കയറിയ മണ്ണിൻ്റെ അളവ് വലിയ തോതിലാണ്. ആ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇനിയും സാധ്യതയുണ്ട്. കാരണം അത്രയും മണ്ണ് മാറ്റിയാൽ മാത്രമേ അതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രാദേശികമായി അവിടുത്തെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ ചില ലൊക്കേഷൻസ് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ഒരു സാധ്യതയും നിഗമനവും ഒക്കെ വെച്ച് ആ രീതിയിലും നമ്മൾ തിരഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ മിസ്സായ ആളുകളുടെ എണ്ണം അതിനകത്തൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ നമുക്ക് ഇത്രയും ദിവസമായിട്ടും പറ്റിയില്ല. കാരണം അതിനകത്തുണ്ടായിരിക്കുന്നൊരു പ്രശ്നമുണ്ടായത് എത്ര ആളുകൾ എത്ര വീടുകൾ എന്നുള്ളത് പോലും ഇപ്പം നമ്മൾ പറയുന്നത് 350 വീടുകൾ പൂർണ്ണമായും നഷ്ടമായി എന്നും 120 വീടുകൾ ഭാഗികമായി നഷ്ടമായി എന്നുള്ളത്. അപ്പോൾ വീടുകൾ ഏകദേശം അഫക്റ്റ് ചെയ്തത് ഇത്രയാണെന്ന് പറയുന്നു. അവിടെ ആരൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അവിടെ എത്ര ആളുകളുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ഇപ്പോൾ ക്യാമ്പിലുണ്ട്, എത്ര പേര് ആശുപത്രിയിലുണ്ട് എന്നുള്ളതും എത്ര പേരുടെ ഭൗതിക ശരീരം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ ഒരു മിസ്സിംഗ് കേസ് നമുക്ക് കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശവമടക്ക് നടത്തിയിരിക്കുന്നത് മൃതദേഹ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അതിൽ നമുക്ക് DNA പരിശോധന പൂർത്തിയായാൽ മാത്രമേ നമുക്കത് മിസ്സായ ആളുകളുടേതാണോ എന്നറിയുള്ളൂ. ഇനി ഒരേ ശരീരത്തിൻ്റെ തന്നെ 2 പാർട്സ് നമ്മൾ വെവ്വേറെ മന്ത്രിമാരും ഇന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ചോദ്യം, ഈ ഇന്നിപ്പോൾ ADGP അജിത് കുമാർ അടക്കം പറയുന്നുണ്ടായിരുന്നു ചാലിയാറിൽ നിന്ന് വിശദമായ പരിശോധന നടത്തും. ഇന്നിപ്പോൾ ഈ പ്രത്യേകമായ ഹെലികോപ്റ്റർ പരിശോധനയൊക്കെ നടക്കുകയുണ്ടായല്ലോ, ആ ഭാഗം മുഴുവൻ കാണാം എന്നാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല കാര്യമായി വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എവിടെയും ഇനി മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ തടഞ്ഞു നിൽക്കുന്ന സാഹചര്യമില്ല എന്നും ADGP പറയുന്നുണ്ടായിരുന്നു. പിന്നെ നാം തിരയേണ്ടത് എവിടെയാണ്? 160 വരെ തിരയേണ്ട സ്ഥലം എവിടെയാണ്? അത് ഈ മണ്ണിൽ തന്നെയല്ലേ? അല്ല, അദ്ദേഹം ഈ കുത്തൊഴുക്കില്ല, അവിടെ പ്രയാസമില്ല എന്ന് പറയുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടുള്ള ചെറിയ കുഴികളുണ്ട്, അവിടെ വെള്ളം ഡംപ് ചെയ്യുന്ന കുഴികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വാട്ടർഫാൾസൊക്കെ ആരംഭിക്കുക. അങ്ങനത്തെ കുഴികളുണ്ട്. ആ കുഴികളിൽ മൃതശരീരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ മൃതശരീരങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകും. അത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നായകളുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടിയും പ്രോപ്പറായി ഇനിയും നമ്മൾ തിരയേണ്ടി വരും. കാരണം പുത്തുമലയിൽ നമ്മൾ 15 ദിവസമാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. പുത്തുമലയിൽ നമുക്കവിടെ തുടക്കത്തിൽ പറഞ്ഞാൽ ലിമിറ്റഡായ സ്പേസാണ്, എത്ര ആളുകളെന്ന് കൃത്യമായ കണക്കുണ്ട്, അഫക്റ്റ് ചെയ്ത് എത്ര ആളുകൾ എന്നുള്ള കൃത്യമായ ധാരണയിൽ നമ്മൾ തിരഞ്ഞത് 15 ദിവസം. എന്നിട്ട് നമുക്ക് 5 പേരത് കിട്ടാനുണ്ട്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നമ്മളുടെ കണക്ക് പോലും ഇപ്പോഴും പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കണക്കും നമ്മളുടെ കയ്യിൽ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കണക്ക് ഈ എസ്റ്റേറ്റിൽ പണിക്ക് വന്നവരുണ്ടാകാം, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വന്ന ആളുകളുണ്ടാവാം, റിസോർട്ടിലെ പരമാവധി വയനാട്ടിലെ റിസോർട്ടുകളിലൊക്കെ ഇപ്പം അതിഥി തൊഴിലാളികളാണ്
സ്റ്റാഫായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡാറ്റ നമുക്ക് ഇതുവരെ പ്രോപ്പറാക്കാൻ പറ്റിയില്ല. ആ എണ്ണം എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ കണ്ടെത്തണം. പക്ഷെ അതിന് നമ്മുടെ അടുത്തൊരു ഡാറ്റയും ഇല്ല എന്നുള്ളതാണ്. ഒരു ഡാറ്റ ഒരു പഞ്ചായത്ത് രജിസ്റ്ററോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു ഡാറ്റയും ഇല്ല. അവിടുത്തെ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ ഡാറ്റ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ആ ഡാറ്റ കൂടി എടുക്കുമ്പോൾ ആണ് നമുക്ക് മിസ്സായ ആളുകളെ നമുക്ക് പൂർണ്ണമായും അറിയാൻ പറ്റുകയുള്ളൂ. തെരച്ചിൽ നടത്തേണ്ടത് ആ പ്രദേശത്തെ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ്. ഇപ്പോൾ ചൂരൽമലയിലാണെങ്കിൽ സ്കൂളിനോട് ചേർന്ന് എല്ലാം ഒഴുകി വന്ന് അടിഞ്ഞത് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് കൂടുതൽ തിരയേണ്ട ഒരു സാഹചര്യമുണ്ട്. വില്ലേജ് ഓഫീസ് റോഡ് നന്നായി തിരയേണ്ട, വില്ലേജ് ഓഫീസിനോട് തിരയേണ്ട ഒരു സ്ഥലമാണ്. അല്ല, കാര്യക്ഷമമായി തിരയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 160 ആളുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ എണ്ണമല്ല. നമ്മൾ ആ എണ്ണം ആളുകളെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രയാസം, അവരിപ്പോഴും കാത്തിരിക്കുകയാണ് മൃതദേഹമായിട്ടെങ്കിലും ഉറ്റവരെ കിട്ടുമെന്നുള്ളത്. അവരോടെന്ത് പറയാനാണ് നമ്മൾ? അപ്പം നമ്മൾ തെരച്ചിലിൽ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം ഉപയോഗിക്കാം, അത് തിരയാം. പക്ഷെ മണ്ണിൻ്റെ അടിയിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളതാണ് ഇനി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുക. അപ്പം നമ്മൾ ചില ആളുകൾ പറയും ഈ മിസ്സായ ആളുകൾ കുഴപ്പമില്ല, മൃതദേഹമാണെങ്കിലും ഇനി അത്രയും കാലത്തെ ഒരു പ്രയാസകരമായ അവസ്ഥയിലായിരിക്കുമെന്നൊക്കെ പറയും. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പം ഇന്നും ആളുകൾ ഇവിടെ ഓരോ മൃതദേഹങ്ങൾ വരുമ്പോൾ, ഒരു ശരീരത്തിൻ്റെ ഭാഗം വരുമ്പോൾ അവർ DNA കൊടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോഴും അവരുടെ ആളുകൾ എവിടെയെന്നുള്ള ഒരു തെരച്ചിലുണ്ട്. ഇപ്പം നമ്മൾ പുത്തുമലയിൽ അവസാനം നമ്മൾ ചെയ്തത് തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായത്, ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, സൂചിപ്പാറ വഴിയൊക്കെ. അങ്ങനെ ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഞാൻ ഊർജിതമല്ല എന്നുള്ള വാദമൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. സൈന്യം, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരു ടീമായി ഇത് ചെയ്യണം. വയനാട് ദുരന്തത്തിൽ തിരച്ചിൽ 8 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും 160ഓളം പേർ കാണാമറയത്തുണ്ട് എന്നാണ് മന്ത്രിമാരടക്കം പറയുന്നത്. അതൊരു വലിയ വെല്ലുവിളിയുമാണ്. ഗോപികൃഷ്ണനുണ്ട്. ഗോപി, ഈ സൈന്യം 30-ാം തീയതി തന്നെ ഉച്ചയോടെ എത്തുന്നു. അവർ ആ ദിവസം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അപ്പുറത്തുണ്ടായിരുന്ന കുറേ ആളുകളെ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. താൽക്കാലിക പാലം നിർമ്മാണം, പിന്നെ ഈ ബെയിലി പാലം നിർമ്മാണം, ഇതൊക്കെ ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന മേജർ ജനറൽ മലയാളി കൂടിയായ VT മാത്യു തിരികെ പോയി എന്നാണ്. കളക്ടറടക്കം വലിയ സ്നേഹാദരങ്ങളോടെ യാത്രയപ്പ് നൽകിയെന്നുമാണ് പറയുന്നത്. പക്ഷേ ഈ ദൗത്യം എത്ര കാര്യക്ഷമമായി പൂർത്തീകരിച്ചിട്ടാണ് പോയത് അദ്ദേഹം, ഇതിന് നേതൃത്വം കൊടുത്ത ഈ VT മാത്യു? അത്തരം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നില്ല. ഇപ്പോൾ ഐബോർഡ് പരിശോധന നടത്തുന്ന ഈ ഇന്ദ്രബാലൻ, ഇവരൊക്കെ ഈ പരിശോധനയെ വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വയനാട്ടിലെ ജനത മാത്രമല്ല, കേരള ജനത ഒന്നാകെയാണ്. അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ കർണാടകത്തിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രീഫിങ്ങിലേക്ക് വന്നത്? ആ സ്ഥലത്തുള്ള ആളുകൾ തന്നെ അതത് ദിവസത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വന്നത് വളരെ വൈകിയാണ്. കേരളം അങ്ങനെ ഒരു നാടല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഇന്ന് ഏത് രൂപത്തിലായിരുന്നു ഈ പരിശോധന, അതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇതിപ്പോൾ ഉപസമിതി ചേരുന്നു, അവരിലുള്ള മന്ത്രിമാർ പറയുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇങ്ങനെ മാത്രമാണോ ഈ കാര്യങ്ങൾ പുറത്തറിയേണ്ടത്? വേണു, ഈ കാര്യത്തിൽ ഉറപ്പായും ഇപ്പോൾ സൈന്യം നേതൃത്വം കൊടുക്കുന്ന ഒരു ദൗത്യസംഘമാണ് തുടക്കം മുതൽ. ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ 30-ാം തീയതി മുതൽ ഇതിന്റെ രക്ഷാദൌത്യത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് അവരായിരുന്നു ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ പോലും ഈ പരിശോധനയും ഈ ദുരന്തത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെയും നേതൃത്വത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നത് അവിടുത്തെ ഈ സർക്കാരും ജില്ലാ ഭരണകൂടവുമാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു സൂപ്പർവിഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കാരണം അവിടുത്തെ രക്ഷാദൌത്യം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തെ ഏൽപ്പിച്ചു, സൈന്യം എത്തി, സൈന്യം ഈ രക്ഷാദൌത്യത്തിൽ ഗ്രൗണ്ടിൽ നേതൃത്വം കൊടുത്തു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങളിൽ ആത്യന്തികമായി കേരളത്തിലെ ജനങ്ങളോട്, ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ കാണാതായവരെ കുറിച്ച്, ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് എല്ലാമുള്ള ആധികാരികമായ കണക്കും വിവരങ്ങളും ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, ബാധ്യതപ്പെട്ടവർ, അധികാരപ്പെട്ടവർ കേരളത്തിന്റെ സർക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ശിരൂരിലെ സാഹചര്യവും കേരളത്തിലെ ഈ വയനാട്ടിലെ ഈ ദുരന്ത സാഹചര്യവും തമ്മിൽ ഒത്തുവെച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശിരൂരിൽ ഈ പറഞ്ഞത് ശരിയാണ്, അവിടെ കർണാടക സർക്കാരിനെ
സർക്കാരിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ അവരുടെ ഈ പ്രസിനോടുള്ള ബ്രീഫിംഗ് ഒക്കെ വളരെ വൈകിയാണ് അവിടെ വന്നത്. കാരണം അവിടെ സൈന്യം എത്താനുണ്ടായ സാഹചര്യം തന്നെ മറ്റൊന്നായിരുന്നു. കേരളം വേണു പറഞ്ഞതുപോലെ അങ്ങനെയല്ല. കേരളത്തിൽ ഈ ദുരന്തവും നമുക്ക് ഷെഡ്യൂളിലുണ്ടായ സംഭവവുമായി ചേർത്ത് വെച്ച് കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഈ സൈന്യം തുടക്കത്തിൽ കാണിച്ച കാര്യക്ഷമത ഈ ദിവസങ്ങളിൽ എത്തുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അത് സൈന്യത്തിന്റെ തിരച്ചിലിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം തുടക്കത്തിലുള്ള അവസ്ഥയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് മൃതശരീരങ്ങൾ കിട്ടുന്നത്? കൂടുതലായിട്ട് മൃതശരീരങ്ങൾ ലഭിച്ചിട്ടുള്ളതെല്ലാം തന്നെ ചാലിയാറിന്റെ കൈവഴികളിലാണ്. വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി തന്നെയാണ് നമുക്ക് ഈ മൃതദേഹങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ശരിയാണ്, ചിലയിടങ്ങളിൽ നിന്ന് നമ്മുടെ മനുഷ്യസാധ്യമായ രീതിയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തിരച്ചിലിലൊക്കെ മൃതശരീരങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതായത് 30-40 അടി മണ്ണിനടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചിന്നി ചിതറിപ്പോയ ശരീരഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു, അതായത് വലിയ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാമല്ലോ വീണ്ടും വലിയ പാറക്കല്ലുകളും വലിയ മരങ്ങളും വലിയ കെട്ടിടാവശിഷ്ടങ്ങളും ഇതിനിടയിൽപ്പെട്ട് ആ ശക്തിയിൽ വരുന്ന വെള്ളത്തിൽ ഒലിച്ചുപോയി പലയിടങ്ങളിലേക്ക് ചിതറിത്തെറിച്ച് പോയവരാണ്. അപ്പോൾ അവരെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അവിടെ സേനയ്ക്ക് ചെയ്യാനുള്ളത് സേന ആദ്യഘട്ടത്തിൽ സൈന്യം വന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലാണ്. ആ തിരച്ചിലിൽ പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഓരോരോ മേഖലകൾ കേന്ദ്രീകരിച്ച്. പിന്നെ അവിടുത്തെ പ്രദേശവാസികൾ അവർ നൽകുന്ന വിവരങ്ങൾ അവർ പറയുന്ന അവർ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവർ അടയാളപ്പെടുത്തി കൊടുക്കുന്ന സ്ഥലങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തിരച്ചിലാണ്. പിന്നെ ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ, ഈ തിരച്ചിലിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ ഇന്ദ്രബാലൻ നടത്തിയിട്ടുള്ള തിരച്ചിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിൽ, ആ തിരച്ചിലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സൈന്യം യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകളോ ഐഡികളോ അത്തരം സ്ഫോട വസ്തുക്കളോ കണ്ടെത്താൻ വേണ്ടി ഒരു മെറ്റൽ ഡിറ്റക്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതൊരു ദുരന്ത മേഖലയിൽ മൃതശരീരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് തികച്ചും ഇവിടെ ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സേന തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ശ്രമം അത് ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇനി ഈ മൃതശരീരങ്ങളായാലും ശരീരഭാഗങ്ങളായാലും അത് കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും തരത്തിലൊരു കോംപ്രമൈസ് അവിടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിടവും ഇനി തിരയാതെ വിട്ടു എന്നൊരു പരാതി ഉണ്ടാകരുത്, അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ നടത്തണം എന്നത്. ശരി, ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീദ്, ഇന്നത്തെ തിരച്ചിലിന്റെ പുരോഗതി എന്തായിരുന്നു? അതുപോലെ തന്നെ പുത്തൂർ മലയിൽ ഇന്നും കൂട്ടസംസ്കാരം നടന്നു. പുത്തുമലയിൽ നാളെയും അങ്ങനെ അവിടെ സംസ്കാരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനത്തെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കൂടാതെ നാളത്തെ ആക്ഷൻ പ്ലാൻ എന്താണ്? വേണു, ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. അതായത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള പുഞ്ചിരി മട്ടം അതേപോലെ തന്നെ മുണ്ടക്കൈ ഈ രണ്ട് പ്രദേശങ്ങളിലും ഇന്ന് കാര്യമായ തെരച്ചിലുകൾ നമ്മൾ കണ്ടില്ല. ഹിറ്റാച്ചികൾ പോലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടില്ല. പകരം ഹിറ്റാച്ചി ഡ്രൈവർമാരൊക്കെ താഴെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ വൈകുന്നേരത്തോടെ മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ കാഴ്ചയിൽ കണ്ടത്. അതേസമയം ഏതാണ്ട് 11 മണിയോടുകൂടി സൈനിക ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തി. അതിനു മുൻപേ സന്നദ്ധ പ്രവർത്തകരെത്തി ഈ മണ്ണൊക്കെ മാറ്റി ചെറിയ രീതിയിലുള്ള പരിശോധന നടത്തി. പക്ഷേ അത് എഫക്റ്റീവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല, അവർ ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞു ഏതാണ്ട് 90% ആദ്യഘട്ട പരിശോധനയിൽ 90% ഈ മേഖലകളിൽ പൂർത്തിയാക്കി. പിന്നാലെ കാര്യമായ എന്തെങ്കിലും പരിശോധനയും തിരച്ചിലും നടന്നിട്ടുള്ളത് അത് ഈ ചൂരൽമലയിലായിരുന്നു. ചൂരൽമലയിൽ നമ്മൾ കണ്ടു ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു, ഐബോർഡ് ഡ്രോൺ പരിശോധന കണ്ടു, അതടക്കമുള്ള കാര്യങ്ങൾ ചൂരൽമലയിൽ കണ്ടു. പക്ഷേ ഇന്ന് നമുക്ക് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ ചാലിയാറിന്റെ തീരം, നമ്മൾ ഈ സൺറൈസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ ദുർഘടമായ വഴികളും പാതകളും അല്ലെങ്കിൽ വനമേഖലയും ഒക്കെയാണ്. അവിടെയും ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് എയർലിഫ്റ്റിംഗ് നടത്തിയൊക്കെ നമ്മൾ പരിശോധനകൾ കണ്ടു. ഏതായാലും ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് ഈ ഭാഗത്തുണ്ടായത്. കാര്യക്ഷമമാണ്, അല്ലെങ്കിൽ മുൻ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള തെരച്ചിലും നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണ്ട് പ്രതീക്ഷയറ്റ മട്ടായിരുന്നു ഇന്നത്തെ തെരച്ചിലിന്റെ ആകെ മൊത്തം സ്വഭാവം. ഇനി നാളത്തെ തെരച്ചിലിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സൺറൈസ് മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നാളെയും പരിശോധന തുടരും. മാത്രവുമല്ല, ആർമി ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ച് ഈ മേഖലകളിൽ നമ്മൾ പറഞ്ഞ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഈ 3 മേഖലകളിൽ നാളെ കുറച്ചുകൂടി സേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരം അത് റവന്യൂ മന്ത്രി ഔദ്യോഗികമായി തന്നെ കൈമാറിയിട്ടുമുണ്ട്. അല്പസമയം മുൻപാണ് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. നാളെയും സമാനമായ രീതിയിൽ ആ ദൗത്യം അത് തുടരും. അത് ഏതെങ്കിലും തരത്തിലൊരു വൈകൽ അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, സൂക്ഷ്മ പരിശോധന അതുണ്ടാകും എന്നുള്ളതാണ്
സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് അറിയിക്കുന്ന കാര്യം. അതേസമയം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, ആർമി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവരായിരിക്കും ഒരുപക്ഷെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള സൂചന ഇന്നലത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൈന്യം പറയുന്നതിനനുസരിച്ചായിരിക്കും ഇനി തെരച്ചിലിൻ്റെ ഒരു പ്ലാൻ അതുണ്ടാവുക. അത് ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ ഉപകരണങ്ങൾ, ഏതൊക്കെ സ്പോട്ടുകൾ, അത് പ്രത്യേകിച്ച് ചില സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച പരിശോധനയായിരിക്കും നാളെ ഉണ്ടാവുക. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരന്തത്തിൽ 8ാം ദിവസത്തെ തെരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. നാളെയും തെരച്ചിൽ തുടരും. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് 154 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാണ്. അതാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഷംസാദ് മരിക്കാർ തുടരുന്നുണ്ട്. ശ്രീ ഷംസാദ് മരിക്കാർ, ഈ ഭൂപേന്ദ്ര യാദവിൻ്റെ വിമർശനം നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അതിൽ ഈ അനധികൃത കുടിയേറ്റം, അതുപോലെ തന്നെ ഈ അനധികൃത ഖനനം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. അങ്ങനെയുള്ള കയ്യേറ്റം, അങ്ങനെയുള്ള അനധികൃത ഖനനം അവിടെയുണ്ടോ? കൂടാതെ ഈ 2018 പ്രളയത്തിന് ശേഷം വയനാട്ടിൽ മാത്രം 66 ക്വാറികൾ അനുവദിച്ചു എന്ന ആധികാരികമായ വിവരങ്ങളും പുറത്തുണ്ട്. ഇതൊക്കെ ഈ പ്രകൃതി സൃഷ്ടിച്ചതിനൊപ്പം മനുഷ്യൻ കൂടി സൃഷ്ടിച്ച ദുരന്തമാകുന്നു എന്നതിൻ്റെ കണക്കുകളാണോ? മുണ്ടക്കൈ പ്രദേശത്ത് ഈ രീതിയിൽ അനധികൃതമായ കുടിയേറ്റം ഒന്നും നിലവിലില്ല. കാരണം അവിടെ ആളുകൾ താമസിക്കുന്നത് പാടിയിലും ഒരു വർഷങ്ങളായി. 84-ലാണ് അവിടെ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. അതിനുശേഷം അവിടെ താമസിക്കുകയും അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ, പിന്നെ ഈയിടെയായി കുറച്ച് ഹോം സ്റ്റേകളും റിസോർട്ടുകളും വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് അവരുടെ ലാൻഡിലാണ്. അതൊരു വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റമായിട്ടൊന്നും അവിടെ ഇല്ല. ഒരു നോർമലായൊരു കുഞ്ഞങ്ങാടിയാണ് ചൂരൽമല, അതുപോലെ തന്നെ ചെറുതാണ്. അപ്പോൾ അവിടെ ഈ പിന്നെ കോറിയിങ്, ഈ പ്രദേശത്ത് കോറിയിങ് ഇല്ല. നമ്മളിപ്പോൾ പറയുന്ന മുണ്ടക്കൈയിലും ചൂരൽമല സ്കൂൾ റോഡിലൊന്നും കോറിയിങ് ഇല്ല. പക്ഷെ കോറി ഉണ്ട്, ഈ പഞ്ചായത്തിൻ്റെ മറ്റു പഞ്ചായത്തിൻ്റെ പരിസരത്തുണ്ട്. പിന്നെ വേണു പറഞ്ഞ 66 കോറിയുടെ കണക്ക് എനിക്ക് എത്ര വശമില്ല. പക്ഷെ കുറച്ച് കോറികൾ ഓപ്പൺ ചെയ്തു. പക്ഷെ അതിലൊരു കാര്യം കൂടി വേണമെന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ റിപ്പൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്ന് ആളുകൾ പരാതി പറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ പരിശോധന നടത്തിയപ്പോൾ അത് റെഡ് സോണിൻ്റെ ബഫർ സോണിൻ്റെ അകത്തുള്ള കോറിയാണ്. കോറിക്ക് ലൈസൻസ് കൊടുത്ത നടപടി റദ്ദാക്കാൻ വേണ്ടി അന്നത്തെ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. DDMA ആക്ട് പ്രകാരം ലൈസൻസ് റദ്ദാക്കി. അവർ കോടതിയിൽ പോയി. പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞത് ഇത്തരത്തിലൊരു ബഫർ സോൺ വയനാട്ടിൽ ആവശ്യമേ ഇല്ല, അത്തരം ചില തീരുമാനങ്ങൾ എടുത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടത് നിയമപരമല്ല എന്ന് പറയുകയും ആ കോറിക്ക് അനുമതി കിട്ടുകയും ചെയ്തു. ഇപ്പോൾ വയനാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വയനാട്ടിലെടുക്കുന്ന തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇല്ലാതെയായി പോകുന്നൊരു സാഹചര്യം ഞാൻ ഒരു കാര്യത്തിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് വേണുവിന് അതിനെക്കുറിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് അത്തരം ചില കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നമുക്ക് അങ്ങനെയുള്ള അനധികൃതമായ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ ആളുകൾ നോർമലായ വീടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. വലിയ കൊട്ടാരങ്ങളും വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റ് സമുച്ചയം ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശം. ഉരുൾപൊട്ടിയ സ്റ്റാർട്ട് ചെയ്തത് ഈ ഫോറസ്റ്റിനകത്ത് മഴനിഴൽ പ്രദേശത്താണ്. അവിടെ അത്ര വലിയ ഒരു തരത്തിലുള്ള മനുഷ്യന്മാരുടെ ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് ഇതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈയിടെയായി വയനാട്ടിൽ കോറികൾക്ക് ഒരുപാട് അനുമതി കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ റൂട്ട് എന്ന് പറയുന്നത് ജില്ലയിൽ നിന്ന് കിട്ടാതെ തിരുവനന്തപുരത്ത് നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ വഴി ഏതാണ് എന്ന് 24 ഒന്ന് അന്വേഷിച്ചാൽ ആ വഴി നിങ്ങൾക്ക് വ്യക്തമായി കണ്ടെത്താൻ പറ്റും. ഇതേതാണ് തിരുവനന്തപുരത്ത് ഇത്രയും പെട്ടെന്ന് അനുമതി കിട്ടുന്ന മാർഗം എന്നുള്ളത്. ഈ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലത്തിൻ്റെ 10.2 കിലോമീറ്റർ ദൂരം മാറിയാണ് ഏറ്റവും അടുത്ത ക്വാറി ഉള്ളത് എന്ന്. പക്ഷെ നാം മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഈ പറയുന്ന മേഖലയെല്ലാം സോൺ 1 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ക്വാറി പോലും പാടില്ല എന്നുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു ശ്രീ ഷംസാദ് മരിക്കാർ? അത് എല്ലാം തിരുവനന്തപുരത്ത് നിന്ന് മാത്രം എടുക്കുന്ന തീരുമാനങ്ങൾ ആണെങ്കിൽ പിന്നെ ഈ വയനാട്ടിലെ ജനത ഇപ്പോൾ ഒരു കരുത്ത് കാണിക്കുന്നുണ്ടല്ലോ, അതിജീവനത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ കരുത്ത് അവിടെ പോയപ്പോൾ? ഞാനതാണ് വേണുവിനോട് പറഞ്ഞത്. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ മഴക്കുഴി എടുക്കും. അത് നിരോധിച്ചൊരു സ്ഥലമുണ്ട് വയനാട്ടിൽ. അതായത് മൂപ്പൈനാടിലെ റിപ്പൺ വാളത്തൂർ പ്രദേശത്താണ്. അപ്പോൾ അവിടെ അത് നിരോധിക്കാനുള്ള കാരണം മണ്ണിൻ്റെ ഘടനയിൽ വന്ന മാറ്റമാണ്. അങ്ങനെ നമ്മൾ റെഡ് സോണിന് ചുറ്റുമുള്ള ബഫർ സോണാണ് ആ സ്ഥലം. അവിടെ വീട് നിർമ്മാണവും പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നമുക്കൊരു കോറിക്ക് അനുമതി വരുന്നു. പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നു. അവർ ഹൈക്കോടതിയിൽ പോകുന്നു, ഡീംഡ് ലൈസൻസ് ആവുന്നു, പഞ്ചായത്ത് കൊടുക്കുന്നു. അതായത് തർക്കമൊക്കെ പോകും. പക്ഷേ DDMA ആ ഉത്തരവ് പ്രകാരം നമ്മളൊരു ഉത്തരവുണ്ടാക്കി. ഇത് ബഫർ സോണിലാണ്, ഈ കോറി പ്രവർത്തിക്കാൻ പറ്റില്ല, ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറയുന്നു.
അവർ നേരെ ഹൈക്കോടതി പോകുന്നു. ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭിപ്രായം ചോദിക്കുന്നു. അവർ പറഞ്ഞൊരു മറുപടി, വയനാട് ജില്ലയിൽ ഇങ്ങനെ ബഫർ സോൺ ഉണ്ടാക്കിയതൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഇതിനകത്ത് അഭിപ്രായം അറിയാൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി കൊടുത്ത അഭിപ്രായവും ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു. അവർക്ക് കോറിക്ക് അനുമതി കിട്ടിയെന്ന് മാത്രമല്ല, വയനാട്ടിലെ റെഡ് സോണിന് ചുറ്റുണ്ടായിരുന്ന മുഴുവൻ 500 മീറ്റർ ബഫർ സോൺ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും ഇല്ലാതെയാകുന്ന രീതിയിൽ ഒരു കോടതി വിധിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെടലുമായിട്ട് ഉണ്ടായതാണ് ഈ ജില്ലയുടെ ഒരനുഭവം. അപ്പം നമ്മൾ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചില സ്ഥലത്തൊക്കെ കോറി അനുമതി കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അത് അടച്ചു പൂട്ടണമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഇടപെടൽ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ ഓവർകം ചെയ്യാനുള്ളൊരു അധികാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാണിക്കുന്നതോടുകൂടി ഈ ജില്ലയിലെ DDMA എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് കൂടി വെറുതെ ഇരുന്ന് പോകുന്നൊരു യോഗം മാത്രമായി അവസാനിക്കുകയാണ്. പക്ഷെ കുറേ നിയന്ത്രണമുണ്ട്. 8 മീറ്റർ ഉയരത്തിൽ കെട്ടിടം കെട്ടാൻ പറ്റില്ല എന്നുള്ളതും, 10 മീറ്റർ നിജപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്, ചിലതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതിലുള്ള റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി, എന്തായാലും 8 ദിവസത്തെ തിരച്ചിൽ കഴിഞ്ഞിരിക്കുന്നു. നാളെ വളരെ പ്രധാനമാണ്. കാരണം 154ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിലേറ്റവും കാര്യക്ഷമമായ പരിശോധന നടത്തും എന്ന ഉറപ്പ് ഇന്നും മുഖ്യമന്ത്രി നൽകുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.